ഇനിയാണ് നമുക്ക് ചെറിയൊരു പണി കിട്ടിയത്. അത് ഡ്രോയിങ്ങിൽ വന്നിട്ടുള്ള മിസ്റ്റേക്കാണ്. ഇതിൽ നിലവിൽ താഴേന്ന് മൂന്നാമത്തെ സെൻസർ, അതായത് ബ്ലാക്ക് സെൻസർ എത്തിയപ്പോൾ തന്നെ മോട്ടർ ഓഫായി പോയി. ആ സമയത്ത് ഏകദേശം ഒരു 3750 ലിറ്ററോളം വെള്ളം നമ്മുടെ ടാങ്കിലുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. നിലവിൽ നമുക്ക് ഈ ബ്ലാക്ക് സെൻസർ മുകളിലും അതുപോലെ അതിൻ്റെ മുകളിൽ വരുന്ന ആ റെഡ് സെൻസർ താഴെയാണ് വരേണ്ടത്. അപ്പോഴാണ് മോട്ടറിൻ്റെ വർക്കിംഗ് കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. വാട്ടർ ടാങ്കിൻ്റെ മുകളിൽ ഷീറ്റ് ഇട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ സെൻസറുകളുടെ വയറുകൾ പുറത്തിരുന്നിട്ട് മാറ്റാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വാട്ടർ ടാങ്കിലെ വെള്ളം കളയേണ്ടതായിട്ട് വന്നു. ഈ ഡ്രോയിങ് പ്രകാരമാണ് നമ്മൾ ഈ സെൻസറുകളെല്ലാം തന്നെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണിച്ചിട്ടുള്ള ബ്ലാക്ക് സെൻസർ മുകളിലും അതിൻ്റെ മുകളിൽ വരുന്ന റെഡ് സെൻസർ താഴെയാണ് വരുന്നത്. ഇത്രയധികം വെള്ളം നമ്മൾ വാട്ടർ ടാങ്കിൽ കയറ്റിയതിന് ശേഷം അത് കളയാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് വെള്ളമില്ലാത്ത ഏരിയയിലാണെങ്കിൽ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെ.